എൻ്റെ പേര് നളിനിയമ്മ. ഒരു 2.5 കൊല്ലത്തിന് മുൻപ് എൻ്റെ കാലിന് നടക്കാൻ പാടില്ലാത്ത അവസ്ഥയിലെത്തി. മുട്ടിൻ്റെ എല്ലിനൊക്കെ തേയ്മാനം, നട്ടെല്ലിന് തേയ്മാനമായിട്ട് തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. കുറേ അലോപ്പതി ചികിത്സകളൊക്കെ ചെയ്തിട്ടും ഫലിക്കുന്നില്ല അതൊന്നും. ഓപ്പറേഷൻ ചെയ്യാൻ അമേരിക്കയിൽ നിന്ന് മുട്ടിൻ്റെ രണ്ടിനും ഈ എന്തോ ക്ലാമ്പ് വെച്ച് പിടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ ചെല്ലുകയും ചെയ്തു. അത് കഴിഞ്ഞ് അവർ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ മുട്ടിൻ്റെ താഴെ പാദത്തിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ നൂൽപൊട്ട് പോലെ എക്സ്റേയിൽ തെളിഞ്ഞു കണ്ടു എല്ലിന് പൊട്ടൽ. അപ്പോൾ അവർ എല്ല് പരിശോധിച്ചപ്പോൾ വളരെ കിളുന്തെല്ലാണ്. ഇത് ഓപ്പറേഷൻ ചെയ്താലും നടക്കാൻ പറ്റാത്ത പരിസ്ഥിതിയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ പ്രകൃതി ചികിത്സയുടെ ഒരു സ്ഥലമുണ്ടെന്നും വളരെ ആശ്വാസം കിട്ടുമെന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിയത്. അതനുസരിച്ചാണ് ഞങ്ങളിവിടെ വന്നത്. എല്ലാ പഴസത്തുകളും എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ, കരിക്കും വെള്ളം, എല്ലാ ആഹാര സാധനങ്ങളും എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് തന്ന് എനിക്ക് വളരെ സുഖപ്രദമായ ചികിത്സയാണ് ഇവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വളരെ ആശ്വാസവും ആനന്ദവും ഈ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഞാൻ ജോണി നെല്ലൂർ MLA മൂവാറ്റുപുഴ. ഞാൻ വളരെ കാലമായി പ്രമേഹവും രക്തസമ്മർദ്ദവും അനുഭവിച്ചു വന്നിരുന്ന ഒരു രോഗിയാണ്. ഈ രോഗം ബാധിച്ച് ഏതാണ്ട് 10-12 വർഷമായി നിരന്തരമായി ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ്. അലോപ്പതി മരുന്നുകളാണ് കൂടുതലും ഞാൻ കഴിച്ചു വന്നിരുന്നത്. വിവിധ ആശുപത്രികളിൽ പല സന്ദർഭങ്ങളിലും കിടന്ന് ചികിത്സിക്കേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. ആശുപത്രികളിലെ ഡോക്ടർമാർ, വിദഗ്ധ ഡോക്ടർമാരുടെ ഉപദേശാനുസരണം ഗുളിക കഴിച്ചത് പോരാ എന്ന് തോന്നിയപ്പോൾ ഇൻസുലിൻ സ്ഥിരമായി ഉപയോഗിച്ച് തുടങ്ങിയ സന്ദർഭമായിരുന്നു. അങ്ങനെ രാവിലെയും വൈകുന്നേരവും 10 യൂണിറ്റ് വീതം 20 യൂണിറ്റ് ഇൻസുലിൻ ഉപയോഗിക്കുകയും അതിന് പുറമെ രാവിലെയും വൈകുന്നേരവും ഡയബറ്റിക്കിനുള്ള ഗുളികയും കൂടാതെ രക്തസമ്മർദ്ദത്തിനുള്ള ഗുളികയും ഒക്കെ കഴിച്ചു വന്നിരുന്ന സന്ദർഭത്തിൽ എൻ്റെ സുഹൃത്തുക്കളിൽ പലരും പറഞ്ഞ് മനസ്സിലാക്കിയതനുസരിച്ച് ഞാൻ നവജീവന കേന്ദ്രത്തിൽ വരികയും ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുമായി ആലോചിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം അവിടെ അഡ്മിറ്റ് ആവുകയും ചെയ്തു. സത്യത്തിൽ ആ കേന്ദ്രത്തിൽ കഴിഞ്ഞ ആ 15 ദിവസം എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അറിവുകൾ നേടിയെടുക്കാനും മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചും മനുഷ്യന്റെ ജീവിത രീതിയെ സംബന്ധിച്ചും യഥാർത്ഥത്തിൽ എന്താണ് അഭികാമ്യമായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുവാനൊക്കെ കഴിഞ്ഞ ഒരു സന്ദർഭമായിരുന്നു. 15 ദിവസം അവിടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും അത്ഭുതം തോന്നത്തക്ക വിധത്തിൽ 8ാം ദിവസം ആദ്യമായി രക്തപരിശോധന നടത്തിയപ്പോൾ എൻ്റെ ബ്ലഡ് ഷുഗറിന്റെ അളവ് അത്ഭുതകരമായി വളരെയധികം താണ് നോർമൽ ലെവലിനേക്കാൾ ഏതാണ്ട് ഏറ്റവും ബിലോ ലെവലിലെത്തി ഒരു അനുഭവം ഉണ്ടായി. മരുന്നില്ലാതെയും നമ്മുടെ ജീവിതം ഭംഗിയായി ക്രമപ്പെടുത്തി നിർദ്ദേശിക്കുന്ന വ്യായാമം ചെയ്ത് ഭംഗിയായി ഒരു ജീവിത ക്രമം അവലംബിച്ചാൽ എത്ര കടുത്ത പ്രമേഹ രോഗമാണെങ്കിലും അത് പൂർണ്ണമായി സുഖപ്പെടും എന്നുള്ള ആ യാഥാർത്ഥ്യം എനിക്ക്, ആ തിരിച്ചറിവ് എനിക്ക് ഈ ആശുപത്രിയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു അനുഭവം. രക്തസമ്മർദ്ദവും അതുപോലെ തന്നെ ഈ ആശുപത്രിയിലെ ആ ചികിത്സ തുടർന്നു വന്നപ്പോൾ മരുന്നില്ലാതെ രക്തസമ്മർദ്ദം വളരെ നോർമലായി. ഒരു നല്ല ആരോഗ്യമുള്ള മനുഷ്യന്റെ രക്തസമ്മർദ്ദം എത്ര അളവാണോ ആ തോതിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. മാത്രമല്ല 15 ദിവസത്തെ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞപ്പോഴുള്ള അനുഭവം അത് ജീവിതത്തിൽ വർണ്ണിക്കാനാകാത്തൊരനുഭവമാണ്, ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമാണ്. അവിടെ എന്നോടൊപ്പം ചികിത്സയിൽ കഴിഞ്ഞിരുന്ന രോഗികൾ മാരകമായ രോഗങ്ങളിൽപ്പെട്ട് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല, മരണമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള മുൻവിധിയോടുകൂടി മരിച്ചു പോകും എന്നുള്ള ആ കാഴ്ചപ്പാടോടുകൂടി അവിടെ മരണകാലം സുഖമായി കഴിയട്ടെ എന്നുള്ള ചിന്തയിൽ അവിടെ വന്ന ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവരൊക്കെ സത്യത്തിൽ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിർവൃതി അടയുന്ന രംഗമാണ് കാണാൻ കഴിഞ്ഞത്. ഈ സ്ഥാപനത്തിലെ ചികിത്സ മൂലം അവരൊക്കെ രോഗം സുഖപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആ സന്തോഷകരമായ അനുഭവം അത് പങ്കിടുവാൻ എനിക്ക് ആ സ്ഥാപനത്തിൽ വെച്ച അനുഭവം ഉണ്ടായി. പ്രകൃതി ചികിത്സ എന്താണെന്നും പ്രകൃതി ജീവനം എന്താണെന്നും നവജീവന കേന്ദ്രം പ്രകൃതി ചികിത്സാലയത്തിലെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഉണ്ട്. അദ്ദേഹവുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ? പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. വായു, വെള്ളം, ഭൂമി, അഗ്നി, പ്രാണശക്തി, ഈഥർ എന്ന് പറയുന്ന. അപ്പോൾ
പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ശരീരം പഞ്ചഭൂതങ്ങളെ അനുനിമിഷം സ്വീകരിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത്, വളരുന്നത്. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ ക്രമത്തിൽ ചേരുവയിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടായാൽ, ഇംബാലൻസ് ഉണ്ടായാൽ അത് രോഗമായിട്ട് തീരും. അപ്പോൾ ഏത് കുറവ് കൊണ്ടാണ് ഒരു രോഗം ഉണ്ടാകുന്നത്, ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ പ്രകൃതി ചികിത്സ. ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ പ്രകൃതി ചികിത്സ ഉള്ളത്? എല്ലാ രോഗങ്ങൾക്കും പ്രകൃതി ചികിത്സയുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിലെ തലമുടി തുടങ്ങി കാൽനഖം വരെയുള്ള ഭാഗങ്ങളിൽ എന്ത് തകരാറ് വന്നാലും, ഏത് രോഗം വന്നാലും പ്രകൃതി ചികിത്സയിലൂടെ നമുക്കത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. രോഗങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യത്തെക്കുറിച്ച് പ്രകൃതി ചികിത്സകരുടെ കാഴ്ചപ്പാട് എന്താണ്? പ്രകൃതി ചികിത്സകന്റെ കാഴ്ചപ്പാടിൽ രോഗങ്ങളില്ല, ആരോഗ്യവും ആരോഗ്യത്തിന്റെ കുറവും മാത്രമേ ഉള്ളൂ. ഒരു രോഗമെന്ന് നമ്മളിന്ന് വിളിക്കുന്നത് വാസ്തവത്തില് ആരോഗ്യത്തിലേക്ക് തിരിച്ചു കയറാനുള്ള ശരീരത്തിന്റെ പരിശ്രമത്തെയാണ്. ഡോക്ടറെ, ഈ പ്രകൃതി ചികിത്സയും മറ്റു ചികിത്സാ രീതികളൊക്കെ ഉണ്ടല്ലോ, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റ് ചികിത്സാ രീതികൾ രോഗത്തെ ശത്രുവായിട്ടാണ് കാണുന്നത്. പക്ഷെ പ്രകൃതി ചികിത്സ രോഗത്തെ മിത്രമായിട്ടാണ് കാണുന്നത്. രോഗം നമ്മെ സഹായിക്കാൻ വേണ്ടി വരുന്നതാണ്, ശരീരം തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ശരീരം ഉണ്ടാക്കുന്ന രോഗത്തെ ഒരു ശത്രുവായി കണ്ട് ശരീരത്തോട് യുദ്ധം ചെയ്യുമ്പോൾ, രോഗത്തോട് യുദ്ധം ചെയ്യുമ്പോൾ ശരീരം പരാജയപ്പെടുകയും ആരോഗ്യം നശിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. രോഗാവസ്ഥ എന്തുകൊണ്ടുണ്ടായി എന്നറിഞ്ഞ് അതിന്റെ കാരണത്തിലേക്ക് ശ്രദ്ധയൂന്നി ആ കാരണത്തെ മാറ്റുന്നതിലൂടെ രോഗം മാറുന്ന, അല്ലെങ്കിൽ രോഗം വന്ന കാരണം വിജയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കുമ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം രോഗമുണ്ടാകാനിടയായ പ്രതിസന്ധി മാറിക്കിട്ടുന്നു എന്ന് മാത്രമല്ല, ആരോഗ്യം തിരിച്ചു വരികയെന്നും ആരോഗ്യം നിലനിൽക്കുന്നു. അവിടെ ശരീരം വിജയിക്കുകയാണ് ചെയ്യുന്നത്. നേച്ചർ ലൈഫ് ഹോസ്പിറ്റലിലെ ചികിത്സാ രീതിയുടെ പ്രത്യേകത എന്ന് പറയാമോ, ഒന്ന് വിവരിക്കാമോ? അപ്പോൾ നമ്മളുടെ ഒരു രീതിയിൽ നമ്മൾ ആദ്യം രോഗിയുടെ മനസ്സിനെയാണ്. ഓരോ രോഗിയെ നമ്മൾ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 തരത്തിൽ കാണുന്നുണ്ട്. ഈ 3 തരത്തിലുമുള്ള ചികിത്സ നമ്മൾ നൽകുന്നുണ്ട്. അതിന്റെ കൂടെ രോഗിയുടെ സമൂഹത്തെ കൂടെ പരിഗണിച്ചിട്ടാണ് രോഗിയുടെ കുടുംബാന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം, ജോലി ചെയ്യുന്ന സ്ഥലം, രോഗിയുടെ വിനോദ രീതികൾ, അങ്ങനെ ഒരു സാമൂഹ്യ രംഗം കൂടെ. അപ്പൊ 4 തരത്തിലുള്ള ഒരു ദൃഷ്ടിയിലൂടെയാണ് നമ്മൾ കടന്നു വരുന്ന ഓരോ രോഗിയെയും സമീപിക്കുന്നത്. അപ്പോൾ രോഗം പലപ്പോഴും ബാഹ്യ സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാവാം, ഇപ്പോൾ മനസ്സിന്റെ പ്രയാസങ്ങൾ കൊണ്ടുണ്ടാവാം. അപ്പൊ ഇതിൽ ഏതാണ് രോഗകാരണം എന്ന് നോക്കി അതിന് കൂടുതൽ ഒന്നിൽ നമ്മൾ നൽകുന്നുണ്ട്. സംതൃപ്തമായ ആനന്ദകരമായ ഒരു മനസ്സിൽ മാത്രമേ ആനന്ദകരമായ ഒരു ശരീരത്തെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ചികിത്സാ കേന്ദ്രത്തിൽ രാവിലെ ഈ യോഗ കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഗെയിംസ്, രോഗികൾ തന്നെ കൂടിയിരുന്ന് കളികൾ, പാട്ടുകൾ, മാനസിക കളികൾ, അതിൽ കുറച്ച് അവർ ചിന്തിക്കാനുള്ളത് ഉണ്ടാകാം. അവർക്ക് മറ്റു തരത്തിലുള്ള ചലനങ്ങൾക്ക് ചെറിയ വ്യായാമം അതിലൂടെ വരാം. അത് കഴിഞ്ഞാൽ ദിവസേന ക്ലാസ് നടത്തുന്നു. ഓരോ രോഗിയെയും അവരെന്തുകൊണ്ട് രോഗിയായി, ആ രോഗം മാറാൻ അവരെന്താണ് ചെയ്യേണ്ടത്, മേലിൽ രോഗികളാകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, മറ്റു രോഗങ്ങൾക്ക് എന്താണ് ചികിത്സ എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതിലൂടെ അവർക്ക് അസാധാരണമായ ഒരു മനഃശക്തി കിട്ടുന്നുണ്ട്, ജീവിതത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്, മേലിൽ രോഗിയാവാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അതും കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് ഇന്റർ റിലീജിയസ് പ്രയർ ഉണ്ട്. എല്ലാ മതങ്ങളിലും എല്ലാവരും ഒന്നിച്ചിരുന്നുള്ള ഒരു പ്രാർത്ഥന. അത് കഴിഞ്ഞാൽ ഓരോ രോഗിയുടെ അന്നത്തെ ദിവസങ്ങളെ അവർ വിശദീകരിക്കുന്നു. നമുക്കിവിടെ രോഗം ഒരു രഹസ്യമൊന്നുമല്ല, ലജ്ജിക്കേണ്ട ഒരു കാര്യമല്ല. ചികിത്സാ വിധികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം. നമുക്ക് അതിനെ വളരെ പ്രകടമായിട്ടൊരു 3 തരത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് ക്ലെൻസിങ്, ഹീലിംഗ്, എനർജൈസിങ്. നമ്മൾ അടുത്തു വരുന്ന ഒരു ശരീരം അഴുക്ക് കെട്ടിയ ശരീരമാണ്. പ്രത്യേകിച്ച് ആധുനിക ജീവിത രീതികൾ കൊണ്ട് കരിയും പുകയും എല്ലാം കൂടെ കയറി, തെറ്റായ ഭക്ഷണ സാധനങ്ങൾ കൊണ്ട് വേണ്ടത്ര ശോധനയില്ലാതെ, വേർത്തു പോകാതെ എല്ലാം അഴുക്ക് കെട്ടി നിൽക്കുന്ന ഒരു ശരീരമാണ് നമ്മൾ അടുത്തേക്ക് വരുന്നത്. ഈ ശരീരത്തെ ശുദ്ധിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘട്ടം. അതേ തുടർന്ന് നമ്മൾ ഹീലിംഗിന്റെ ഘട്ടം ആരംഭിക്കും. അപ്പോൾ ക്ലെൻസിങ്ങിന്റെ സമയത്ത് നമ്മൾ ചെയ്ത നടപടികളല്ല ഒരു രോഗിയുടെ ശരീരം രോഗം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹീലിംഗിന്റെ ഒരു തലത്തിലേക്ക് വരുമ്പോൾ. ഒറ്റ ഉദാഹരണം കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പഴകിയ ജനല് കമ്പികൾ നമ്മൾ തുരുമ്പ് ചീവി കളയുന്നു. തുരുമ്പ് ചീവി ക്ലെൻസിങ് പൂർത്തിയായാൽ നമ്മളത് പ്രൈമർ അടിക്കുന്നു. പ്രൈമർ അടിച്ചതിന് ശേഷം പിന്നെ പെയിന്റ് അടിക്കുന്നു. പെയിന്റ് അടിച്ചാലും പോരാ, നമ്മൾ ഉണങ്ങുന്നത് വരെ തൊടാതിരിക്കുന്നു. ഈ ശരീരത്തെ ശുദ്ധിയാക്കണം. ശുദ്ധിയായി കഴിഞ്ഞൊരു ശരീരം സ്വയം ഹീൽ ചെയ്യാൻ തുടങ്ങും, രോഗം ശമിപ്പിക്കാൻ തുടങ്ങും. ശരീരം തന്നെ, ശരീരത്തിന്റെ ശക്തി തന്നെയാണ് രോഗശമനം നടത്തുന്നത്. അതിനെ സഹായിക്കുന്ന ചില നടപടികൾ നമുക്കുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടാണ്, രോഗം മാറിക്കഴിഞ്ഞാലാണ് നമ്മൾ ആ ശരീരത്തെ ശക്തിപ്പെടുത്താൻ, പോഷിപ്പിക്കാൻ പിന്നെ ശ്രമിക്കുന്നത്.